Spoken English class in മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെലിഫോണിക് ഇംഗ്ലീഷ് ആണ്. അതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കസ്റ്റമർ സപ്പോർട്ടിലേക്ക്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കേടായിപ്പോയി. അപ്പോൾ നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിൽ എങ്ങനെ വിളിക്കാം, അവരോട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാണോ ആ കമ്പനിയിലേക്ക് ഉറപ്പായിട്ടൊരു ടോൾ ഫ്രീ നമ്പർ കാണും. ചുമ്മാ ഒന്ന് വിളിച്ച് നോക്കുക. പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ശ്രദ്ധിക്കാം. അതുമായിട്ട് നിങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഉദാഹരണം, നിങ്ങൾ ഡൽഹിയിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കസ്റ്റമർ കെയർ ഓഫീസറിൻ്റെ പേര് ഡേവ് എന്നാണ്, വിളിക്കുന്ന ആളുടെ പേര് ജേക്കബ് എന്നാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ കസ്റ്റമർ കെയറിൽ നിങ്ങളോട് പറയുന്നത്, താങ്ക് യു ഫോർ കോളിംഗ് ഡെൽ കസ്റ്റമർ സപ്പോർട്ട്, ഡേവ് ഹിയർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ തീർച്ചയായിട്ടും ജേക്കബ് എന്താണ് പറയുന്നത്? മൈ നെയിം ഈസ് ജേക്കബ്, ഐ ബോട്ട് എ ഡെൽ ഇൻസ്പിറോൺ ലാപ്ടോപ്പ് ലാസ്റ്റ് മന്ത് ത്രൂ യുവർ വെബ്സൈറ്റ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ കഴിഞ്ഞ മാസം ഞാൻ ഒരു ഡെൽ ഇൻസ്പിറോൺ എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങിച്ചായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി നൗ. അതായത് നിർഭാഗ്യവശാൽ, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി നൗ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമർ കെയറിലുള്ളവർ സാധാരണ എങ്ങനെയാണ് നമ്മളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കസ്റ്റമർ കെയർ പറയണം, ഡേവ് പറയണം, ഓ ഐ എം സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ എനിക്കത് കേട്ടതിൽ ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഇൻ മോർ ഡീറ്റെയിൽ സർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? കാരണം നമ്മൾ പറഞ്ഞെന്താണ്, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളോട് ഡേവ് പറയാണ്, ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ ചോദിക്കാവുന്ന മറ്റൊരു രീതിയുണ്ട്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ ഐ എം സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, വാട്ട് എക്സാക്ട്ലി ഈസ് ദ ഇഷ്യൂ, എന്താണ് പ്രശ്നം എന്നാണ്. അല്ലെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ എ ലിറ്റിൽ ബിറ്റ് മോർ, അല്ലെങ്കിൽ എ ബിറ്റ് മോർ എബൌട്ട് ദ പ്രോബ്ലം. എ ലിറ്റിൽ ബിറ്റ് മോർ എന്ന് പറയാം, അല്ലെങ്കിൽ എ ബിറ്റ് മോർ എബൌട്ട് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തെ പറ്റി കുറച്ചും കൂടെ ഒന്ന് പറയാമോ, ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജേക്കബ് പറയണം, ഷുവർ, ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണം. അതിൻ്റെ അകത്താണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട് വെൻ ഐ സ്റ്റാർട്ട് മൈ ലാപ്ടോപ്പ് ഇറ്റ് ടേക്സ് അറൌണ്ട് 15 to 20 minutes ടു ബൂട്ട് അപ്പ്. അതായത് ലാപ്ടോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ 15 തൊട്ട് 20 മിനിറ്റ് എടുക്കുന്നതാണ്. സെക്കൻഡ്ലി, അതായത് മറ്റൊന്ന്, if I try to open any program it takes another 20 to 30 minutes to open the program. അതായത് ഞാൻ മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഓപ്പൺ ചെയ്താൽ 20 തൊട്ട് 30 മിനിറ്റ് വരെ എടുക്കുന്നതാണ്. ദിസ് ഈസ് റിയലി ഫ്രസ്ട്രേറ്റിംഗ്. അപ്പോൾ പ്രോബ്ലം ഒക്കെ പറയും. ഇനി നമ്മുടെ വിഷമതകളെ പറ്റി, നമ്മുടെ ചിന്തകളെ, ആകുലതകളെ പറ്റിയൊക്കെ പറയണം. ഓക്കെ, ദിസ് ഈസ് റിയലി ഫ്രസ്ട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഓക്കെ, ഐ ഗോട്ട് റിയലി ഫെഡ് അപ്പ് വിത്ത് യുവർ ലാപ്ടോപ്പ്. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പ് വെച്ച് ഞാൻ വളരെയധികം നിരാശനായിരിക്കുകയാണ്. വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ജേക്കബ് പറയണം, ഷുവർ, ഫസ്റ്റ് ഓഫ് ഓൾ വെൻ ഐ സ്റ്റാർട്ട് മൈ ലാപ്ടോപ്പ് ഇറ്റ് ടേക്സ് അറൌണ്ട് 15 to 20 minutes ടു ബൂട്ട് അപ്പ്. സെക്കൻഡ്ലി, ഇഫ് ഐ ട്രൈ ടു ഓപ്പൺ എനി പ്രോഗ്രാം ഇറ്റ് ടേക്സ് അറൌണ്ട് another 20 to 30 minutes to open the program. Okay, this is really frustrating. I have really got fed up with your laptop. What should I do now? ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോഴേ കസ്റ്റമർ കെയറിലുള്ള ഡേവ് പറയണം, ഡോണ്ട് വറി സർ. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വി വിൽ ഡെഫിനറ്റ്ലി റിസോൾവ് യുവർ പ്രോബ്ലം. ഓക്കെ, ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതാണ്. ഓക്കെ, ഐ വിൽ ടെൽ യു അവർ പ്രൊസീജിയർ ടു ഫിക്സ് ദ ഇഷ്യൂ. ഓക്കെ, അതായത് ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ, ഈ പ്രശ്നം ഫിക്സ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ എന്താണ് ഘട്ടം ഘട്ടമായിട്ട് അതെന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, എന്ത് ചെയ്ത് കാണണം നിങ്ങൾ അത് പരിഹരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് വി വിൽ ഡു എ ഡയഗ്നോസിസ് ഇൻ യുവർ സിസ്റ്റം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് ഡയഗ്നോസിസ്? മൊത്തത്തിലൊന്ന് പരിശോധിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഐ വിൽ സെൻഡ് അവർ ടെക്നീഷ്യൻ അറ്റ് യുവർ പ്ലേസ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ടെക്നീഷ്യനെ നിങ്ങളുടെ സ്ഥലത്തേക്ക് വിടും. ഓക്കെ, അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, കുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ യുവർ കമ്പ്യൂട്ടർ ആൻഡ് പ്രസ് Ctrl F5. Ctrl F5 എന്ന് പറഞ്ഞാൽ കീബോർഡിലുള്ള സ്വിച്ച് ഒന്ന് ഞെക്കാമോ, ഒന്ന് ഓൺ ചെയ്തിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. കസ്റ്റമർ കെയർ ഡേവ് പറയാണ്, ഡോണ്ട് വറി സർ, വി വിൽ ഡെഫിനറ്റ്ലി റിസോൾവ് യുവർ പ്രോബ്ലം. ഓക്കെ, ഐ വിൽ ടെൽ യു അവർ പ്രൊസീജിയർ ടു ഫിക്സ് ദ ഇഷ്യൂ. First, we will do a diagnosis in your system and then I will send our technician at your place.
Could you please switch on your computer and press Control F5? Okay. ഇനി അപ്പോൾ ജേക്കബ് പറയാണ് I'm sorry, I think there is a bad line അല്ലെങ്കിൽ there is a bad signal എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ ഒരിക്കലും എന്താണ് ഈ ഇംഗ്ലീഷ് മര്യാദയിൽപ്പെട്ട ഒന്നാണ് അപ്പുറത്തുള്ള നമ്മളോട് സംസാരിക്കുന്ന ആളെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കരുത്. നമ്മൾ എന്തിനെ കുറ്റപ്പെടുത്തണം? നമ്മളെ സിസ്റ്റത്തിനെ, അതായത് നമ്മുടെ ടെലിഫോണിനത്തെ പ്രശ്നമാണ്. യഥാർത്ഥം നമുക്ക് കേൾക്കാത്തതിൻ്റെ കാരണം ആ പുള്ളി ഉറക്കെ പറയാത്തതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, കുഡ് യു പ്ലീസ് സ്പീക്ക് അപ്പ് എന്ന് ഞാൻ ഇച്ചിരി ഉറക്കെ പറയാമോ, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ചോദിക്കാം, കുഡ് യു പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് ലൗഡർ. ഓക്കെ, ഇച്ചിരി കൂടെ ഉറക്കെ പറയാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ കെയർ പറയാണ് ഐ എം സോറി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പതുക്കെ പറഞ്ഞതിന് സോറി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഐ മീൻ എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ഉദ്ദേശിച്ചത് പ്ലീസ് പ്രസ് F5 എന്ന് പറഞ്ഞാൽ പ്രസ് F5 എന്നുള്ള സ്വിച്ച് നിങ്ങൾ പ്രസ് ചെയ്യുക. കൺട്രോൾ F5 എന്ന് പറഞ്ഞാൽ സ്വിച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് ചോദിക്കുകയാണ് ആം ഐ ഓഡിബിൾ നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ ജേക്കബ് പറയാണ് യെസ് നൗ ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ സെയിം പ്രോബ്ലം. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് എ സെയിം നൗ ഓൾസോ എന്ന് പറഞ്ഞാൽ എന്താണ് ജേക്കബ് ആ സ്വിച്ചിലൊക്കെ പിടിച്ച് ഞെക്കി എന്നിട്ടും സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ സെയിം പ്രോബ്ലം നൗ അല്ലെങ്കിൽ ഇറ്റ്സ് എ സെയിം നൗ ഓൾസോ എന്നൊക്കെ പറയാവുന്ന ഏതാണ് ജേക്കബ് ഉദ്ദേശിച്ചത് എന്താണ് ആ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നത്തെ പറ്റിയാണ്. സൗണ്ട് കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കെയർ പറയാണ് ഗ്രേറ്റ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ പൊക്കിയാണ് എല്ലാവരെയും പറയുന്നത്. അതായത് ആ ഒരു മര്യാദയാണ്, നമ്മൾ അതിക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കസ്റ്റമർക്ക് വേണം ഗ്രേറ്റ്. ഓക്കെ, ഐ തിങ്ക് ദർ ഈസ് എ പ്രോബ്ലം വിത്ത് യുവർ റാം. ഓക്കെ, അതായത് റാമിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഡോണ്ട് വറി സർ. ഓക്കെ, നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. വി വിൽ പ്രൊവൈഡ് യു എ ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. ഓക്കെ, അതായത് എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് റീപ്ലേസ് ചെയ്ത് തരാം. ആ കമ്പോണൻറ്റ്, ആ പ്രത്യേക വസ്തു, അതായത് എന്താണ് റാം ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാം എന്നാണ്. ഓൾസോ ഇത് കൂടാതെ ആ ടെക്നീഷ്യൻ വിൽ വിസിറ്റ് യുവർ പ്ലേസ് ടുമോറോ. ഓക്കെ, നാളെ ഞങ്ങളുടെ ടെക്നീഷ്യൻ നിങ്ങളുടെ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുന്നതാണ്. വാട്ട് ടൈം ഡു യു പ്രിഫർ ദ വിസിറ്റ് സർ? ഓക്കെ, നിങ്ങൾ ഏത് സമയമാണ് പ്രിഫർ ചെയ്യുന്നത്? അതിന് വാട്ട് ടൈമിന് പകരം വെന്ന് വേണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ആദ്യം തൊട്ട്. അപ്പോൾ ജേക്കബ് പറയണം ഐ എം സോറി ദർ ഇസ് എ ബാഡ് സിഗ്നൽ, കുഡ് യു പ്ലീസ് സ്പീക്ക് അപ്പ്, കുഡ് യു പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് ലൗഡർ. കസ്റ്റമർ കെയർ ഐ എം സോറി I mean please press Control F5. Am I audible now? Jacob yes, now it's clear. It's the same now also. It's the same problem now also. Customer care great, I think there is a problem with your RAM. Don't worry sir, we will provide you a free replacement of that component. Also our technician will visit your place tomorrow. What time do you prefer the visit sir? When do you prefer the visit sir? അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ജേക്കബ് പറയണം താങ്ക് യു ഫോർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നന്ദി. ഐ എം വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയണം ഐ വർക്ക് ഇൻ ആൻ ഓഫീസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതായത് എന്താണ് ജോലിയെപ്പറ്റി പറയാൻ വേണ്ടി നമുക്ക് രണ്ട് ടെൻസും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ ഐ പ്രിഫർ ദ വിസിറ്റ് ഇൻ ദ ഈവനിങ് ടുഡേ. ഓക്കെ, അപ്പോഴേ എന്താണ് പറഞ്ഞത് നാളെ എപ്പോഴാണ് വിടേണ്ടതെന്നാണ് ചോദിച്ചത്. പക്ഷേ അത് ജേക്കബ് എന്താണ് പറഞ്ഞത് ഐ പ്രിഫർ ദ വിസിറ്റ് ഇൻ ദ ഈവനിങ് ടുഡേ. ഓക്കെ, അപ്പോൾ ഇന്ന് വിടാവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ കെയർ പറയണം ഷുവർ സർ, അല്ലെങ്കിൽ നോട്ട് എ പ്രോബ്ലം. വാട്ട് അബൌട്ട് 7 in the evening സർ? ഓക്കെ, 7 മണി എന്ത് പറയുന്നു, 7 മണിക്ക് വിടാവുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പോൾ ജേക്ക് പറയുന്നത് ദാറ്റ് സൗണ്ട്സ് പെർഫെക്റ്റ്. ഈ സൗണ്ട്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ദാറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കെയർ പറയുന്നത് ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു സർ? ഇതല്ലാതെ എന്തെങ്കിലും ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ജേക്കബ് പറയുന്നത് നോ താങ്ക് യു. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കെയർ പറയാണ് താങ്ക് യു സർ, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് ഞാൻ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്, ബൈ. വീണ്ടും ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ജേക്കബ് പറയാണ് താങ്ക് യു ഫോർ ദാറ്റ്, ഐ എം വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്, ഐ വർക്ക് ഇൻ ആൻ ഓഫീസ്, സോ ഐ പ്രിഫർ ദ വിസിറ്റ് ഇൻ ദ ഈവനിങ് ടുഡേ. കസ്റ്റമർ കെയർ ഷുവർ സർ, നോട്ട് എ പ്രോബ്ലം. വാട്ട് അബൌട്ട് 7 in the evening സർ? Jacob, that sounds perfect. That sounds good.
Customer care. Is there anything else I can help you, sir? Jacob, no, thank you. Customer care. Thank you, sir. Have a great day. Bye. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ ക്രമമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ എൻ്റെ പുതിയ പാഠങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.